ശ്രീ അബിൻ വർക്കി ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവ് ടെലിഫോൺ ലൈനിൽ ഉണ്ട്. അബിൻ വർക്കി, ഇവിടെ സർക്കാരിന് നേരെ ഉണ്ടായിട്ടുള്ള വിമർശനമൊന്നുമല്ല, മറിച്ച് ഇത് കോടതിയുടെ വാക്കാലുള്ള പരാമർശമാണ്. ഈ സിനിമാ മേഖലയിൽ ഇപ്പോൾ ചൂഷണങ്ങൾ കുറഞ്ഞിട്ടുണ്ട്, അതിന് കാരണം എന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ നിലപാടുകളും നയങ്ങളുമാണ് എന്ന ന്യായം കൂടിയാണ് CPIM നേതാക്കൾ ഉന്നയിക്കുന്നത്. ഇതിനകത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കം മുതലേ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. 4.5 കൊല്ലമായിട്ട് ഈ റിപ്പോർട്ട് കയ്യിൽ വെച്ചിട്ടും ഒരു നടപടിയും എടുക്കാത്ത സർക്കാരാണ് ഇതെന്നുള്ളത്. അത് കോടതി ശരിവെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് മാത്രമല്ല, ശ്രീ അനിൽകുമാർ ഇവിടെ ചോദിക്കുന്നത് കേട്ടു, ആർക്കെതിരെയാണ് കേസെടുക്കേണ്ടതെന്ന്. അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയല്ലേ. ഒരു കോഗ്നിസബിൾ ഒഫൻസ് നടന്നു എന്ന ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ അനുസരിച്ച് FIR ഇട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്നുള്ളത് ലളിതകുമാരി കേസ് ഉൾപ്പെടെ ഈ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയുടെ ബാലപാഠങ്ങൾ അറിയാവുന്ന ആർക്കും. അല്ല, അവിടെ ശ്രീ അബിൻ വർക്കി FIR ഇടുമ്പോൾ അതൊരു പബ്ലിക് ഡോക്യുമെന്റ് ആവുകയാണല്ലോ. അപ്പോൾ അങ്ങനെ പബ്ലിക് ഡോക്യുമെന്റ് ആകുമ്പോൾ ഇരയുടെ പേര് പുറത്തറിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ന്യായം. ഒരിക്കലും ഇല്ല. അത് തെറ്റായ ധാരണയാണ്. ഒരിക്കലും ഒരു എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സെക്ഷൽ അബ്യൂസിങ് കേസുകളിൽ ഇരകളുടെ പേര് വെളിപ്പെടുത്താറില്ല. ആ ഇരകളുടെ പേര് വെളിപ്പെടുത്തരുത്. അത് ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയാണ്. നിങ്ങൾ ഏത് സെക്ഷൽ അബ്യൂസിങ് കേസിന്റെ FIR എടുത്ത് പരിശോധിച്ച് നോക്കണം. ഒരു കാരണവശാലും അതിന്റെ അകത്ത് ഇരകളുടെ പേര് വെളിപ്പെടുത്തുന്നില്ല. അത് വെളിപ്പെടുത്തരുതെന്നുള്ളത് സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈനാണ്. ഒരു കാരണവശാലും അത് വെളിപ്പെടുത്താൻ സാധിക്കുകയുമില്ല. അതാണ് ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ അവർക്ക് ഉറപ്പ് കൊടുക്കുന്നത്. അത് ആ പേര് പറഞ്ഞുകൊണ്ട് വേട്ടക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ എടുക്കുന്നത്. അതാണ് ഇവിടുത്തെ വിചിത്രമായ വാദഗതി. ഇവിടെ നമുക്കാർക്കുമല്ലല്ലോ പരാതി നൽകിയിരിക്കുന്നത്, നമുക്കാർക്കുമല്ല തെളിവ് നൽകിയിരിക്കുന്നത്. കേരളത്തിലെ മാധ്യമങ്ങളോടല്ല ഈ നടിമാർ വന്ന മൊഴി കൊടുത്തിരിക്കുന്നത്. ഈ മൊഴി കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ ഒരു എക്സ് ജുഡീഷ്യൽ ഓഫീസറുടെ അടുത്ത്, സർക്കാർ നിയോഗിച്ച ഒരു എക്സ് ജുഡീഷ്യൽ ഓഫീസറുടെ അടുത്താണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ നടിമാരെല്ലാവരും ചെന്ന് മൊഴി നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ആ മൊഴി എന്താണെന്നുള്ളത് നമുക്കറിയില്ല. മൊഴി എന്താണ് എന്നുള്ളത് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെയുള്ള സാംസ്കാരിക വകുപ്പ് ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങൾക്ക് മാത്രമേ അറിയാവുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു സംഭവം വന്നാൽ, ഇപ്പൊ നമ്മുടെ സ്കൂളുകളിൽ കൗൺസിലിംഗ് നടക്കുന്നുണ്ട്. ആ കൗൺസിലിംഗ് നടക്കുമ്പോൾ ആ കൗൺസിലിംഗ് നടത്തുന്ന വ്യക്തിയുടെ മുമ്പിലേക്ക് ഒരു സംഭവം നടന്നാൽ അവർ ചൈൽഡ് ഹെൽപ്പ് ലൈനെയോ അല്ലെങ്കിൽ പോലീസിനെയോ അവരറിയിക്കുകയാണ് പതിവ്. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ ആ കൊലപാതകത്തിന്റെ ഇൻഫർമേഷൻ നിങ്ങൾ പോലീസിൽ അറിയിക്കുകയാണ് പതിവ്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരു കോഗ്നിസബിൾ ഒഫൻസ് നടന്നുവെന്ന മൊഴി രേഖപ്പെടുത്തിയാൽ അത് ഉടനെ ലളിതകുമാരി കേസ് അനുസരിച്ചും ബാക്കി ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളും നിയമവ്യവസ്ഥ അനുസരിച്ചും ആഭ്യന്തര വകുപ്പിന്, അതായത് പോലീസിന് കൈമാറിക്കൊണ്ട് ഒരു FIR എടുത്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്നുള്ളതാണ് സാമാന്യ നിയമം എന്ന് പറയുന്നത് ഈ രാജ്യത്തുള്ളത്. അത് ചെയ്തില്ല എന്നത് മാത്രമല്ല, ആ പേരുകാർ എന്ന് പറയുന്നത് സർക്കാരിന് വേണ്ടപ്പെട്ട ആളുകളായതുകൊണ്ട് 4.5 കൊല്ലമായി കോൾഡ് ഫ്രീസറിൽ വെച്ച് ഈ രേഖ പുറത്തു വിടാതിരിക്കാൻ ഏതൊക്കെ നടപടികൾ എടുക്കാമോ ആ നടപടികൾ എല്ലാം എടുത്ത് ഏറ്റവും ഒടുവിലായി വിവരാവകാശ കമ്മീഷണർ ഇടപെട്ട്, വിവരാവകാശ കമ്മീഷണർ ആദ്യഘട്ടത്തിലല്ല ഇടപെടുന്നത്, ആദ്യം സാംസ്കാരിക വകുപ്പിലെ വിവരാവകാശ ഓഫീസർ ഇടപെടും. അവർ കൊടുത്തില്ല. അത് കഴിഞ്ഞ് സാംസ്കാരിക വകുപ്പിലെ അപ്പലേറ്റ് വിവരാവകാശ ഓഫീസർ എടുക്കുകയെന്നു, അതും കൊടുത്തില്ല. അതിനുശേഷമാണ് വിവരാവകാശ കമ്മീഷണർ അടുക്കലേക്ക് ഈ അപേക്ഷ നൽകുന്നത്. ആ അപേക്ഷ ഇപ്പോൾ ഇരിക്കുന്ന ആദ്യത്തെ വിവരാവകാശ കമ്മീഷണർ അത് കൊടുത്തില്ല. ഇപ്പോൾ ഇരിക്കുന്ന വിവരാവകാശ കമ്മീഷണർ അദ്ദേഹത്തിന്റെ പ്രത്യേക നിയമം എടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇത് കൊടുത്തത്. അത് കൊടുക്കുമ്പോൾ പോലും സർക്കാർ കാണിച്ച തട്ടിപ്പ് നമുക്കറിയാം. കോടതി പറയാത്ത പേജുകൾ 5 പേജുകൾ മുക്കിയെന്ന് പറയുമ്പോൾ സർക്കാരിന് ഈ രേഖയിൽ കൃത്യമായ അവർക്ക് ഇടപെടേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയോ ഒളിച്ചു വെക്കാനുണ്ടെന്നത് വളരെ വ്യക്തമാണ്. ആ ഒരു സംശയം തന്നെയാണ് ശ്രീ അബിൻ വർക്കി ഇപ്പോഴും നിലനിൽക്കുന്നത് എങ്കിൽ കോടതി ഇതാ പറഞ്ഞിരിക്കുന്നു വളരെ കൃത്യമായി, ഹേമ കമ്മിറ്റിയുടെ പൂർണ്ണ രൂപം SITക്ക് നൽകണം എന്നുള്ളത്. സർക്കാർ വരുത്തിയതുപോലെ ഒരു കാലതാമസം ഉണ്ടാകരുത്, തിടുക്കവും പുലർത്തേണ്ടതില്ല, വസ്തുതാപരമായി ഈ വിഷയത്തെ നോക്കിക്കാണണം എന്ന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സർക്കാർ മറച്ചുവെക്കാൻ ശ്രമിച്ചാലും, സർക്കാർ ആ പേരുകൾ ഒളിപ്പിച്ചാലും, ഈ SITക്ക് മുന്നിലേക്ക് ഈ പേരുകൾ എത്തുമ്പോൾ അവർ നിയമത്തിന് മുന്നിലേക്ക് വരുമെന്നോ അല്ലെങ്കിൽ അവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നോ പ്രതീക്ഷിക്കാമോ? അല്ല, തീർച്ചയായിട്ടും ഇതിനകത്തൊരു കോടതി ഇടപെടൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും സ്വാഗതാർഹം. കാരണം കോടതിയുടെ നിരീക്ഷണത്തിലാണല്ലോ ഈ SIT അന്വേഷണവും
സർക്കാർ നടപടികളും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിൽ നമുക്ക് വളരെ പോസിറ്റീവായ ഒരു മാറ്റം ഉണ്ട് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം സർക്കാർ എത്രമാത്രം ഇനി മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും കോടതിയുടെ കൃത്യമായ സമയങ്ങളിലെ ഇടപെടലുകൾ ഉള്ളതുകൊണ്ട് ഇനി സർക്കാരിന് ഒരു ഘട്ടത്തിനപ്പുറമായി അത് മറച്ചു വെക്കാൻ സാധിക്കില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം ഈ കോടതി ചോദിച്ചത് അത് തന്നെയാണ്. 4.5 കൊല്ലം നിങ്ങൾ എന്ത് ചെയ്തു ഈ റിപ്പോർട്ടിന്മേൽ? 4.5 കൊല്ലമായി ഈ സ്ഥിതിവിശേഷം മലയാള സിനിമയിൽ തുടരാൻ മൗനാനുവാദം കൊടുത്തവരല്ലേ ഈ സർക്കാർ സംവിധാനം? ഇല്ലെങ്കിൽ ഈ 4.5 കൊല്ലം മുമ്പ് നടന്ന ആ വിഷയം അല്ലെങ്കിൽ ആ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ, കേരളത്തിലെ സിനിമാ മേഖല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള മാഫിയവൽക്കരണം നടത്തിയ ഒരു മേഖലയാണെന്ന് പറയുമ്പോൾ കഴിഞ്ഞ 4.5 കൊല്ലവും ആ മാഫിയകൾക്ക് പൂണ്ട് വിളയാടാൻ സർക്കാർ തന്നെ സംവിധാനം ഒരുക്കി കൊടുത്തു എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെ തുടർന്നാണ് കോടതിയിലേക്ക് ഈ കേസ് വരുന്നതും കോടതി ഇടപെടുന്നതും കോടതി മുഴുവൻ രേഖകളും ഹാജരാക്കാൻ പറയുന്നതും ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരും പൊതുപ്രവർത്തകരും കോടതി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇടപെട്ടത് കൊണ്ടാണ് ഒരു SIT പോലും രൂപീകരിക്കുന്ന ഘട്ടം വന്നത്. അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ കുറെ നടിമാർ പുറത്തു വന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആരോപണത്തിന്റെ മെറിറ്റിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ കുറെ അധികം ആരോപണങ്ങൾ അത് മെറിറ്റോറിയസ് ആണോ എന്നത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൊടുത്ത മൊഴികളും മെറിറ്റോറിയസ് ആണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഞങ്ങളുടെ നിലപാട് അത് തന്നെയാണ്. ആദ്യം മുതലേ പറയുന്നത് ആ മൊഴികളിന്മേൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. അതിൽ അന്വേഷണം നടത്തി കുറ്റക്കാരായവർക്കെതിരെ നടപടിയെടുക്കണം. ആ നടപടി എടുക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ കൃത്യമായ ഒരു അന്വേഷണ സംഘം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ഉടനെ തന്നെ രൂപീകരിക്കണമായിരുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് പുറത്ത് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളിൽ പുറത്തു വന്ന് പരസ്യമായി ഒരു വിക്ടിം അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്ന മൊഴികൾ അവർക്ക് ആ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ചെന്ന് പറയാമായിരുന്നു. അവരുടെ വിക്ടിം എന്നുള്ള നിലയ്ക്ക് അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ തന്നെ അവരുടെ പരാതി ഉയർത്താനുള്ള അവസരം ഉണ്ടാകുമായിരുന്നു. പക്ഷേ സർക്കാർ ആ അവസരം ഉണ്ടാക്കി കൊടുത്തില്ല എന്നത് മാത്രമല്ല, ആ മേഖലയിൽ എന്താണോ മാഫിയവൽക്കരണം ഉണ്ടായത് ആ മാഫിയവൽക്കരണം തുടരാനുള്ള സാഹചര്യം 4.5 കൊല്ലമായി ഈ റിപ്പോർട്ട് കയ്യിൽ വെച്ചുകൊണ്ട് സർക്കാർ ഒരുക്കി എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യം എന്ന് പറയാം. അതുകൊണ്ട് കോടതിയുടെ ഇടപെടൽ വളരെ പോസിറ്റീവായി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. കോടതിയുടെ നിരീക്ഷണത്തിൽ ഈ അന്വേഷണം നടക്കട്ടെ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. തീർച്ചയായും വളരെ നന്ദി അബിൻ വർക്കി ഞങ്ങളോട് പ്രതികരിച്ചതിന്.